സർ, നേപ്പാളിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്ത സന്തോഷം നൽകുന്നതാണ്. പൊതുവെ കലാപകലുഷിതമായ ഒരു സാഹചര്യത്തിൽ നിന്ന് ഏതാണ്ട് അവിടെ പോലീസ് വെടിവെപ്പിൽ 30 പേർ കൊല്ലപ്പെട്ടു, അതിൽ 3 പോലീസുകാരും മരിച്ചു എന്നുള്ളതാണ്. ആ കലാപം ശാന്തമാകുന്നു, അവിടെ ഒരു ഇടക്കാല സർക്കാർ വരുമെന്നാണ് കേൾക്കുന്നത്. ഈ ബംഗ്ലാദേശിലും മറ്റുമൊക്കെ ഉണ്ടായ അനുഭവം നമ്മുടെ മുന്നിൽ ഉണ്ട്. നേപ്പാളും സമാനമായ ഒരു രീതിയിലാണോ മുന്നോട്ട് പോകുന്നത്, അതോ ഒരു ശാശ്വതമായ സമാധാനം അവിടെ ഉണ്ടാവുകയും ആശാവഹമായ പുരോഗതി നേപ്പാളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം? ഒന്നും പറയാൻ പറ്റില്ല. ഭാവി നമ്മളുടെ കൈകളിലല്ല, ഊഹിക്കുക മാത്രമേ നിവർത്തിയുള്ളൂ. അതിനു മുമ്പ് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ അഴിമതി എന്ന് പറയുന്നത് ആയിരുന്നല്ലോ മൂല കാരണമായിട്ട് പറയുന്നത്. സോഷ്യൽ മീഡിയയെ നിരോധിച്ചത് തന്നെ അഴിമതിയുടെ കഥകൾ അവ പുറത്തുവിട്ടു എന്നുള്ളത് കൊണ്ടാണ്. അതെ. അപ്പോൾ ഈ അഴിമതിയുടെ ഒരു ദർശനം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ എങ്ങനെയാണ്, അതിനെ എങ്ങനെയാണ് അവർ നിർവചിക്കുന്നത്? അറിയുമോ? അത് പഠിച്ചിട്ടുണ്ടോ? അതിനെപ്പറ്റി ഇല്ല. പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആർക്കായാലും. അവരുടെ തത്വശാസ്ത്രം എന്ന് പറയുന്നത്, അവരുടെ സിദ്ധാന്തം എന്ന് പറയുന്നത്, അഴിമതി എന്ന് പറയുന്നത് മുതലാളിത്തത്തിൻ്റെ ജീർണതയാണ്. മുതലാളിത്തത്തിന്റെ ഡെക്കേഡൻസ് ഒരു ഉൽപ്പന്നമാണ് അഴിമതി എന്ന് കേട്ടിട്ടുണ്ട്. ദി ഡെക്കേഡൻസ് ഓഫ് ക്യാപിറ്റലിസം എന്നാണ് അതിൻ്റെ ഒരു ഉപോത്പന്നം എന്ന് പറയാം. ഉപോത്പന്നം കൊണ്ട് തന്നെയാണ് നശിച്ചു തീരുന്നതെന്നുമാണ് അവരുടെ കാഴ്ചപ്പാട്. നോക്കൂ, ഇവിടെ ഭരണത്തിൽ നേപ്പാളിൽ നിന്ന് ആരാ? KP ശർമ്മ ഒലി. കമ്മ്യൂണിസ്റ്റ് സർക്കാർ, കമ്മ്യൂണിസ്റ്റ്, മാർക്സിസ്റ്റ്, ലെനിനിസ്റ്റ്, മാവോയിസ്റ്റ് ഇതെല്ലാം അരച്ച് കലക്കി കുടിച്ച ആളാണ് അവിടെ പ്രധാനമന്ത്രിയായിട്ടിരുന്നത്. പ്രചണ്ഡ നേരത്തെ ഇരുന്നു. വൻ പരാജയമായിട്ട് ഭരണം, മാവോയുമായിട്ട് വരെ അടുപ്പമുണ്ടായിരുന്ന ആള്. കഴിഞ്ഞ കുറച്ച് കാലത്തിനിടയ്ക്ക് നിരവധി പേരാണ് അവിടെ ഭരണത്തിന്റെ ചക്രം തിരിക്കാൻ വരികയും പോവുകയും ചെയ്യും. കമ്മ്യൂണിസ്റ്റ് കപ്പലിൽ കൊണ്ടുവന്ന് നേപ്പാളിന്റെ കപ്പൽ കൂട്ടിക്കെട്ടാൻ വേണ്ടി ശ്രമിച്ച ആള്. അദ്ദേഹത്തെ കാണാനാണ് നമ്മുടെ ഇവിടെ നിന്ന് സീതാറാം യെച്ചൂരി വളരെ ബന്ധപ്പെട്ട് പാഞ്ഞ് അങ്ങോട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇന്ത്യയിലും കമ്മ്യൂണിസം കൊണ്ടുവരണേ സഖാവേ പ്രചണ്ഡേ. ചൈനയിൽ നിന്ന് നേപ്പാൾ വഴി എത്തി. അതെ, ഇനിയിപ്പോൾ വളരെ പെട്ടെന്ന് UP യിലേക്ക് കിടക്കും. UP പിടിച്ചാൽ പിന്നെ രക്ഷപ്പെട്ടു. ആ കപ്പൽ ഇങ്ങോട്ടും കൂടെ കൂട്ടി കെട്ടിക്കോണേ എന്ന് പറഞ്ഞു. ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളൊന്നും ആഗ്രഹങ്ങൾ സഫലമാകാതെ ആ സഖാവിന് വിടവാങ്ങേണ്ടി വന്നു. അപ്പോൾ നോക്കിക്കോളൂ, ഇവിടെ സമരം അഴിമതിക്കെതിരെയാണ്. യുവാക്കൾ നടത്തിയ പ്രക്ഷോഭം അഴിമതിക്കെതിരെയാണ്. അത് ഏറ്റവും കൂടുതലുണ്ടായ കാലം ഈ KP ശർമ്മ ഒലിയുടെ കാലമാണ്. പണ്ട് രാജാവുണ്ടായിരുന്നു, വീരേന്ദ്ര സിംഗ്, നേപ്പാളിലെ രാജാവ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് പോലും ഉണ്ടായിട്ട്, അദ്ദേഹത്തിന് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിട്ടും ആ അഴിമതിയിലേക്ക് രാജ്യം പോയില്ല. എന്താണ്? പശുപതിനാഥനിലുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസം കൊണ്ട്. അതാണ് വിശ്വാസത്തിൻ്റെ ദാർഢ്യം. കമ്മ്യൂണിസ്റ്റുകാരന് ആ ഒരു വിശ്വാസമില്ല. അവൻ്റെ വിശ്വാസം ഭൗതികമായിട്ടുള്ള പ്രത്യേക വിശ്വാസത്തിലാണ്. അപ്പോൾ ഇതിൻ്റെ തണലിൽ കൊള്ള ചെയ്യാവുന്നത് കൊള്ള ചെയ്തു എന്ന് പറഞ്ഞ് പകൽ കൊള്ളയാണ്, തീവട്ടി കൊള്ളയാണ് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ചെയ്തുകൊണ്ട്. സാർ, അതിലാണ് യുവാക്കൾ അഴിമതി കാണിച്ച മന്ത്രിമാരെ നഗ്നരാക്കി അടി കൊടുത്ത് തെരുവിലൂടെ ഓടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ജനം അവരെ മാരകമായ പ്രഹരങ്ങൾ ഏൽപ്പിച്ച് രക്തം ഒലിപ്പിച്ചുകൊണ്ട് ഓടുന്നത് നമ്മൾ കണ്ടു ഈ നേപ്പാളിൽ. കഴിഞ്ഞ മാത്രം അവരെ ക്രുദ്ധരായി ചെയ്തിരുന്നു. കാരണം എന്താ? കേരളത്തിലെ പ്രതിപക്ഷം പോലെ ദുർബലമായ ഒരു പ്രതിപക്ഷമാണ് ഉണ്ടായിരുന്നത്. അപ്പം യുവാക്കൾ ഏറ്റെടുത്തു. സാർ, അവിടെ കോൺഗ്രസിന്റെ കൂടെ പിന്തുണയോടുകൂടിയാണ് ഈ KP ശർമ്മ ഒലി ഭരിച്ചിരുന്നത്. അതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ അവിടെ ഒരു പ്രതിപക്ഷം ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. അതെ, കോൺഗ്രസ് ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്നാണ് അവിടെ അഴിമതി നടത്തിക്കൊണ്ടിരുന്നത്. അതെ, പൊട്ടിനും പൊടിക്കും പോലും പ്രതിപക്ഷം ഇല്ലാത്തൊരവസ്ഥ. എങ്കിലും ചിലരൊക്കെ ഉണ്ടായിരുന്നു. പഴയ ഭരണകൂടത്തിൻ്റെ സപ്പോർട്ട് ചെയ്യുന്നൊരു വിഭാഗമുണ്ട്, രാജാവിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു വിഭാഗം വളരെ ദുർബലമായിരുന്നു. ഇത് നമ്മുടെ കേരളത്തിലെ VD സതീശൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ദുർബലരായി കഴിഞ്ഞാൽ യുവാക്കൾ യൂത്ത് ബ്രിഗേഡല്ല, യുവാക്കൾ ഏറ്റെടുക്കും. അഴിമതി അങ്ങോട്ട് കട്ടയായിട്ട് ഇങ്ങനെ കേരളത്തിനെ എടുത്ത് കട്ടപ്പുറത്ത് വെക്കുന്ന ഒരു രീതിയിലായി കഴിഞ്ഞാൽ യുവാക്കൾ അതിൽ ഏർപ്പെടും. ഞാനീ പറയുന്നത് വർഗീയവാദികളായിട്ടുള്ള ബംഗ്ലാദേശിലെ യുവാക്കളുടെ കാര്യമല്ല. ഇപ്പം കണ്ടില്ല, അതായത് ആൾക്കാരുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യമല്ല ഞാനീ പറയുന്നത്. അത് എത്ര നാൾ നീണ്ടു നിൽക്കുമെന്നുള്ളത് നമുക്കറിയാം, നമുക്ക് കാണാം. പക്ഷെ നോക്കൂ, അവിടുന്ന് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യയിൽ ഞാൻ താമസിക്കാൻ പോവാണെന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോഴും ഉണ്ട്. ഒരു ചുക്കുമാർക്കം ചെയ്യാൻ പറ്റില്ല. പക്ഷേ KP ശർമ്മ ഒലി എങ്ങോട്ടാണ് പാഞ്ഞിരിക്കുന്നത്?
എവിടെ ഏത് അധോലോകത്തിലാണ് പോയി ഇരിക്കുന്നത് എന്ന് ഒരു പത്രക്കാരനും ഒരു ഇൻ്റലിജൻസും ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല. അത്രയ്ക്ക് അത്രയ്ക്ക് ഗതി കെട്ടുപോയി അദ്ദേഹം. മനസ്സിലായോ? നിങ്ങൾ ഇവിടുത്തെ ഗവൺമെൻറ്റിലെ ചില മന്ത്രിമാർ ഇവിടുത്തെ സോഷ്യൽ മീഡിയക്കെതിരെ ചില അറ്റാക്ക് നടത്തുന്നുണ്ടല്ലോ. നിങ്ങളുടെ അഴിമതി പുറത്തു കൊണ്ടുവരുന്നതിന് അവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഷാജൻ സ്കറിയെ തൊടുപുഴയിൽ വെച്ച് കഴിഞ്ഞ ദിവസം അറ്റാക്ക് ചെയ്തല്ലോ. സോഷ്യൽ മീഡിയയ്ക്ക് നേരെയുള്ള അറ്റാക്കാ. കണ്ടോ നിങ്ങൾ സോഷ്യൽ മീഡിയയുടെ ശക്തി എന്താണ്? പരിഹസിക്കുന്നവരുണ്ടല്ലോ, പുച്ഛിക്കുന്നവരുണ്ടല്ലോ. ഇന്ത്യയെ പോലെ ശക്തമല്ല നേപ്പാളിലെ സോഷ്യൽ മീഡിയ. എങ്കിലും അതിൻ്റെ ഒരു കരുത്ത് കണ്ടോ? യുവാക്കൾ അതിനെ ഏത് തരത്തിലാണ് സ്വീകരിക്കുന്നതെന്ന് കണ്ടോ നിങ്ങൾ? ഇതൊരു പാഠമാണ് ലോകത്തിന്. സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി നടന്ന ആദ്യത്തെ യുദ്ധം അഴിമതിക്കെതിരെ സോഷ്യൽ മീഡിയയ്ക്ക് അനുകൂലമായിട്ട് ഇത് ഉണ്ടാകുമെന്ന് ഭയന്നിട്ടാണല്ലോ അവർ സോഷ്യൽ മീഡിയയെ നിരോധിച്ചത്. സാറേ, ഇനിയിപ്പോ എന്തായാലും ഇവരൊക്കെ രാജിവെച്ചു, മുങ്ങി, നാട് വിട്ടു. ഇനിയിപ്പോ അടുത്തത് ഈ പറഞ്ഞതുപോലെ അവിടെ ഇടക്കാല സർക്കാർ രൂപീകരിച്ച് ഇതിന്റെ ഭരണം, ഇപ്പൊ സൈന്യം നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇനി അവിടെ അക്രമ സംഭവങ്ങൾ നടക്കില്ല, ഏതാണ്ട് സ്ഥിതിഗതികൾ ശാന്തമാകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ ഒരു ഇടക്കാല സർക്കാർ വേണമല്ലോ, സൈന്യത്തിന് ഭരിക്കാൻ കഴിയില്ലല്ലോ, നിയന്ത്രണം മാത്രമേ എടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഇടക്കാല സർക്കാർ വരികയും ആരെങ്കിലും ഈ ഇടക്കാല സർക്കാരിൽ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേൽക്കുകയും ചെയ്യുമോ? എങ്കിൽ അത് ആരായിരിക്കും? നമ്മൾ ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. പാകിസ്ഥാനിലാണെങ്കിൽ ഇപ്പൊ പട്ടാളം ഭരണം ഏറ്റെടുത്തേനെ ഉറപ്പായിട്ടും മാർഷൽ അസിം മുനീർ കുപ്പായം തന്നെ നോക്കിയിരിക്കുക. പക്ഷെ ഇവിടെ പട്ടാളം ഏറ്റെടുത്തിട്ടില്ല, അവർക്ക് വയ്യാഞ്ഞിട്ടല്ല. അവര് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നു. യുവാക്കളുമായിട്ട് ചർച്ച നടത്തി. നോക്കൂ, അവിടുത്തെ പട്ടാളത്തിന്റെ ഒരു മഹത്വം നോക്കിക്കോളൂ നിങ്ങൾ. അവരുമായിട്ട് ചർച്ച നടത്തിയിട്ട് തൽക്കാലം പട്ടാളം നിയന്ത്രിക്കും, ഒരു ഇടക്കാല ഗവൺമെന്റ് ഉണ്ടാക്കും. അതിൽ ആര് വരണമെന്നുള്ളതിനെ കുറിച്ചാണ് ചർച്ചകൾ വന്നത്. അപ്പോൾ അവിടെ നിന്ന് വന്ന സജഷൻ 3 പേരുടെ പേരാണ് പറഞ്ഞത്. സുശീല കാർക്ക് എന്ന് പറയുന്ന മുൻ നേപ്പാൾ സുപ്രീം കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസ്, അതുപോലെ ബലേന്ദ്ര ഷാ എന്ന് പറയുന്ന ഇപ്പോഴത്തെ കാഠ്മണ്ഡു മേയർ. അദ്ദേഹം ലോക ചെറുപ്പക്കാരുടെ പട്ടികയിൽ ടൈം മാസിക 10 പേരിൽ ഒരാളുടെ സ്ഥാനം കൊടുത്ത അഴിമതി വിരുദ്ധനായിട്ടുള്ള റാപ്പ് ഡാൻസർ കൂടിയായിട്ടുള്ള ഒരാളാണ്. 30കൾക്ക് താഴെയുള്ള ഒരു ഭരണാധികാരിയാണ് അദ്ദേഹം. പിന്നൊന്ന് കുൽമാൻ ഗീഷിംഗ് എന്ന് പറയുന്ന അവിടുത്തെ വൈദ്യുതി ബോർഡിൻ്റെ മുൻ ചെയർമാൻ, അഴിമതിരഹിതമായിട്ട് അങ്ങനെ നടത്തിയെങ്കിലേ ആ പേരുണ്ടാവൂ, അദ്ദേഹത്തിൻ്റെ പേര് സജസ്റ്റ് ചെയ്യും. ഈ പേരുകളാണ് അവർ സജസ്റ്റ് ചെയ്തിരിക്കുന്ന 3 പേരുകൾ. അപ്പോൾ അതേക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ താമസമില്ലാതെ തന്നെ, ഇവിടെ തെരഞ്ഞെടുപ്പൊന്നും അല്ലല്ലോ, അപ്പോൾ തന്നെ ഒരു ഭരണം കൈയാളും, പട്ടാളം നിയന്ത്രണത്തിലുണ്ടാവും. ഇപ്പോൾ തന്നെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഇപ്പോൾ കലുഷിതമായിട്ടുള്ള അന്തരീക്ഷമൊന്നുമില്ല, തീ അണയുകയാണ്. അത്രയ്ക്ക് ആശ്വാസമാണ്. ഇതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം ബീഹാർ അതിർത്തിയിൽ കൂടി കുറേ അഭയാർത്ഥികൾ ഇങ്ങോട്ട് കടക്കാൻ വേണ്ടി ശ്രമിച്ചു. പ്രശാന്ത് കഴിഞ്ഞ ദിവസം ചോദിച്ചതിനുള്ള മറുപടി നമ്മുടെ ഇന്ത്യൻ പട്ടാളം കൊടുത്തു. ഒറ്റയാളെ ഇങ്ങോട്ട് കടത്തിവിടില്ല. ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്ത് ഇന്ത്യയിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയ അഭയാർത്ഥികളെ പോലെ ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല. പാകിസ്ഥാനും ബംഗ്ലാദേശും കൂടി ഇപ്പോൾ ഒന്നായി. ഈ 19 ലക്ഷം അഭയാർത്ഥികളുടെ ഭാര്യ ഇന്ത്യയുടെ തലമേലുമായി. അപ്പോൾ ആ ഒരു സ്ഥിതിയൊന്നും ഉണ്ടാവുന്നില്ല. ബോർഡർ വളരെ കർശനമായിട്ട് നിതാന്തരമായിട്ടുള്ള ജാഗ്രത പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് സിറ്റുവേഷൻ. ഇനി പ്രശാന്തിൻ്റെ ചോദ്യം. ഈ ഇടയ്ക്ക് നമ്മൾ നേപ്പാളിലെ കലാപവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ബംഗ്ലാദേശിലും മറ്റുമൊക്കെ ഉണ്ടായ പ്രശ്നങ്ങളുടെ പുറകിൽ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന് പങ്കുണ്ട് എന്ന് നമുക്ക് കേട്ടിരുന്നു. ഇവിടെയും അതുപോലെ ഈ ഡീപ് സ്റ്റേറ്റിനോ ഈ വിദേശ മിഷണറി പ്രവർത്തകർക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫണ്ടിങ്ങോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കാരണം അതവിടെ യേശുവെന്ന് തോന്നുന്നില്ല. ഇന്തോനേഷ്യയിലൊരു ദ്വീപുണ്ട്, ബാലിദ്വീപിൽ. ഡച്ചുകാരെ പോലുള്ള മിഷണറിമാർ വന്നിട്ട് വളരെ ആജീവനാന്തം ശ്രമിച്ചിട്ടും മാറിയില്ല. അവര് അഹോരാത്രം ശ്രമിച്ചിട്ടും ആ വിശ്വാസത്തിൽ നിന്ന് അവരെ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. മാറി 1-2 പേര് മാറി 2 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വീണ്ടും സ്വന്തം മതത്തിലേക്ക് വരിക. അതുപോലെയാണ്. അതുപോലൊരു രാജ്യമാണ്. ഇവിടെ അതൊന്നും യേശുവെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ നിരീശ്വരവാദവും യുക്തിവാദവും ഭൗതികവാദവും ഒക്കെ പറഞ്ഞ കമ്മ്യൂണിസത്തിന് പോലും അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അത് മാത്രമല്ല, പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ ഒരു ചൈതന്യമുണ്ട്. ഈ പ്രക്ഷോഭകാരികൾ തന്നെ പലപ്പോഴും പറയുന്നുണ്ട് പശുപതിനാഥ ക്ഷേത്രത്തിന്റെ മണിയടിയാണ് ഈ കേൾക്കുന്നതിനിടയ്ക്ക്. അത് മാത്രമല്ല സാർ, അവിടെ ചെറുപ്പക്കാരി പ്രക്ഷോഭത്തിനിടയ്ക്ക് വിളിച്ചു പറയുന്നുണ്ട് ഞങ്ങൾക്ക് മോദിയെ പോലെ. അതാണ്. അപ്പൊ മോദി ഒരു വിശ്വാസിയായ പ്രധാനമന്ത്രിയാണ്. അല്ലാതെ ഈ വിപ്ലവകാരിയായ നഗര നക്സലിസ്റ്റുകളുടെ ഒരു സ്വാധീനം ഉണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കാം. മതപരിവർത്തനവാദികളും എല്ലാം സ്വജനപക്ഷപാതം എല്ലാ കുഴപ്പങ്ങളും വരും, രാജ്യം നശിപ്പിക്കും.
ആ രീതിയിൽ രാജ്യം നന്നാവണമെന്ന് ആഗ്രഹമുള്ളവരാണ്. അതെ, പക്ഷേ ധർമ്മത്തെ ഭയന്ന് മുന്നോട്ട് പോകുന്നവനാണ് സത്യസന്ധമായിട്ട് രാജ്യം ആ ഭരിക്കാൻ സാധിക്കുക. രീതിയിലേക്ക് പോകുമെന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. ഇതെല്ലാം നമ്മുടെ വളരെ പരിമിതമായ അറിവിനുള്ളിൽ വെച്ചുകൊണ്ട് പറയുന്നതാണ്. ആ രീതിയിലേക്ക് ആയിരിക്കും പോകുന്നത് നമുക്ക് ആഗ്രഹിക്കാം. നമുക്കൊരു ആഗ്രഹമാണത്. ഇപ്പം നിശാ നിയമം ഇപ്പോൾ പിൻവലിക്കും. നിരോധനാജ്ഞ ഇപ്പോഴും നിരോധനാജ്ഞ ഇപ്പോഴും നിലവിലുണ്ട്. അപ്പോൾ എങ്കിലും അതിൽ കുറച്ച് ഇളവുകളൊക്കെ അനുവദിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഏറ്റവും. അപ്പോൾ അതിൻ്റെ അർത്ഥം സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. ഇപ്പോൾ സ്ഥിതിഗതികൾ മെച്ചപ്പെടട്ടെ. ഇടക്കാല സർക്കാർ വരട്ടെ. ഇടക്കാല സർക്കാർ വരും. അതിനെ ഈ 3 പേരിൽ ആരെങ്കിലും ഒരാൾ നയിക്കും. പിന്നെ ചില ആരോപണങ്ങൾ വരുന്നുണ്ട്. ഈ ഹൈജാക്ക് ചെയ്തു കുറേ പേര്. അതെപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. അതെ, ഒരു ഇത്തരത്തിലുള്ള ഒരു പ്രക്ഷോഭം നടക്കുമ്പോൾ അതിനകത്തേക്ക് അക്രമികൾ നുഴഞ്ഞു കയറുന്നത് സ്വാഭാവികമാണ്. നേതൃത്വ തർക്കം വരും. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം തെരഞ്ഞെടുപ്പാണെങ്കിൽ ഭൂരിപക്ഷം വെച്ചിട്ട് അധികാരം ഏറ്റെടുത്താൽ ഇവിടെ തർക്കം അവനാവുമ്പോൾ ഇവനെ ആക്കണം എന്നുള്ളൊരു തർക്കം, അഭിപ്രായ വ്യത്യാസം ഒക്കെ അവനോ ഇവനോ അവർ ഈഗോ വരെ വർക്ക് ചെയ്യാനുള്ള സാധ്യത മാത്രമേ ഞാൻ മുന്നിൽ കാണുന്നുള്ളൂ. വേറെ കുഴപ്പങ്ങളൊന്നും സാധ്യതയില്ല. കാരണം ഒരു ഹിമാലയൻ സ്റ്റേറ്റ് ആണല്ലോ. അവിടെയൊക്കെ ഈ ഡീപ് സ്റ്റേറ്റിന് അങ്ങനെ പെട്ടെന്ന് കടന്നു കയറാൻ പറ്റുകയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അവരുടെ സംസ്കാരം. പിന്നെ വേറൊരു കാര്യം പറയുന്നത് കേൾക്കുന്നുണ്ട്, രാജഭരണം വീണ്ടും വേണമെന്ന്, അതിലേക്ക് വീണ്ടും പോകും എന്ന് പറഞ്ഞു. പക്ഷെ രാജാവ് എൻ്റെ കുടുംബം ഇതിൽ ഒരക്ഷരം വേണ്ടിയിട്ടില്ല. അവരൊരു താല്പര്യവും ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.